ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രിപ്പായിട്ട് പോവാം. വീണ്ടും ഞങ്ങളുടെ തറവാടിൻ്റെ ഫ്രണ്ടിൽ, വൈഫിൻ്റെ തറവാടിൻ്റെ ഫ്രണ്ടിൽ ഞാനും കൊച്ചും. ഇത്തവണ ഞങ്ങൾ മൂന്നാർ മാറ്റി പിടിച്ചു. ഞങ്ങൾ പോകുന്നത് തേക്കടിയാണ് കേട്ടോ. അപ്പോൾ തേക്കടി ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം, റിസോർട്ട് കാണിച്ചു തരാം, പോണ വഴിക്കുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ തേക്കടിയിലേക്ക് ഞങ്ങൾ ട്രിപ്പ് പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു ഓടിക്കണം. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഈ വന്ന മുതലാണ്ട് നമ്മൾ ട്രിപ്പ് പോകണത്. ഈ വന്ന വണ്ടിയിൽ സ്കോഡ അളിയൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയി താഴേക്കോക്കോ. അപ്പം ഞങ്ങളിങ്ങനെ വാഗമൺ റൂട്ടിലാണ് ഞങ്ങളിങ്ങനെ തേക്കടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പോണ വഴിക്കുള്ള കുറച്ച് വ്യൂസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വണ്ടി ഓടിക്കായതുകൊണ്ട് എനിക്ക് എല്ലാം എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടൈമിൽ റിസോർട്ടിലെത്തി, ഫുഡ് കഴിച്ചു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി, ഒന്ന് ഉറങ്ങി എണീറ്റ് ഞങ്ങൾ നേരെ പോണത് മുന്തിരിക്കൊലകൾ ഇങ്ങനെ കൊലച്ചൊലച്ച് കിടക്കുന്ന മുന്തിരിങ്ങ കാണാൻ പോകാം കേട്ടോ. അവിടെ അവർ വൈനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വൈൻ കിട്ടുമോയെന്നൊക്കെ നോക്കാം. അപ്പം മുന്തിരികളുടെ ഇടയ്ക്കിടെ ഒന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിസോർട്ടിൻ്റെ വീഡിയോ അടുത്തൊരു എപ്പിസോഡായിട്ട് പുറകെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോസ് കാണൂ. മുന്തിരിയുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ ജെനീസ് ഗ്രേപ്പ് ഗാർഡൻ കാണാൻ വന്നേക്കുവാണ്. കണ്ടില്ലേ, ഇവിടെ നിറച്ച് മുന്തിരിത്തോട്ടാണ്. പക്ഷെ നല്ല സൗണ്ട്, ഒന്നും കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ
ഈ കാണുന്നൊക്കെയാണ് മുന്തിരി തൈകൾ നട്ടേക്കണത്. ഇത് ഇരുട്ടി നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മുന്തിരിങ്ങയൊക്കെ കുലച്ചെടുക്കണ കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. നമുക്ക് കയറി നോക്കാം. അപ്പോൾ മുന്തിരിങ്ങയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോയി ഷോട്ട് എടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് മുമ്പോട്ട് നടന്നു നോക്കാം എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ജിനു നീ വല്ലതും കണ്ടോ? എവിടെ മുന്തിരിങ്ങ? ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമോ? ദേ ഈ കാണുന്ന മൊത്തം മുന്തിരിങ്ങ കുലച്ചിറക്കണം കേട്ടോ. വാവ്, ദേ ജസ്റ്റ് സീ ദിസ്. കണ്ടോ? നിറച്ച് മുന്തിരിങ്ങ കുലച്ചിറപ്പുണ്ട്. ഇത് ഗ്രില്ലൊക്കെ വെച്ച് ഇവർ അടച്ചേക്കണുണ്ട്. കണ്ടോ? ഈ സൈഡിൽ മൊത്തം അവർ മുന്തിരിങ്ങ പറിച്ചെടുത്തു കേട്ടോ. ഇനി അടുത്ത് തൈ വെച്ചിട്ടുള്ളൂ. അടുത്ത ഈ സൈഡിൽ ഉണ്ടോ? അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം കേട്ടോ. വാവ്, കണ്ടോ? നിറച്ച് മുന്തിരിങ്ങ. നിറച്ച് മുന്തിരിങ്ങയാണ്. വേണ്ട, ഇത് വൈൻ. ഇവിടെ വൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർ വൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വൈൻ കുടിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് വൈൻ മേടിച്ചിട്ട് വരപ്പാ. ഇത് ഇവരിവിടെ ജ്യൂസ് അടിച്ചു കൊടുക്കാൻ കേട്ടോ. മുന്തിരി ഇങ്ങനെ എടുത്ത് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു ദൈവത്തിനറിയാം. നമ്മളെന്തായാലും മേടിക്കാനല്ല. വെള്ളമൊക്കെ നല്ലതാണെന്ന് അറിയില്ല. എന്നാലും ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുന്തിരി കിലോയുടെ വിലയാ പറഞ്ഞല്ലേ. ബോക്സിലാക്കി ഇവർ തരും. അത് നമുക്ക് 5 kg 3 kg ഒക്കെ മേടിച്ചിട്ട് പോകാന്നാണ് ഇവർ പറയണേ. അല്ലെ ഇതിനെത്രയാ? ഇത് വാങ്ങിച്ചാലോ? എത്രയാ? ഇത് വൈനർ പയ്യെ പയ്യെ കുറേശ്ശെ കുടിച്ചാൽ ഇത് കൊമ്പെല്ലാം തട്ടിയാ തീർന്നു. ഇത് കാളാ. ഓക്സ്, ബഫല്ലോ. ഇത് ഓക്സ് ആണ്.